ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, അതിൻ്റെ 4 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉദാഹരണം, ജെ ഡി എങ്ങനെ ഉണ്ടാക്കണം, ആ ജെ ഡിനെ അടിസ്ഥാനപ്പെടുത്തി എവിടെ നിന്നെല്ലാം അപ്ലിക്കേഷൻ വിളിക്കണം, ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപ്ലിക്കേഷനിലെ ഏതു തരം ഇൻ്റർവ്യൂകളിലൂടെ നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിയും, ഈ ജോലിക്ക് ആപ്റ്റായ ആളാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും, അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ സ്കോറിങ് ഇടണം, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പോൾ ഉദാഹരണം, അവരുടെ ആറ്റിറ്റ്യൂഡ് അളക്കാനുള്ള ചോദ്യങ്ങൾ, അവരുടെ സ്കില്ലുകൾ അളക്കാനുള്ള ചോദ്യങ്ങൾ, അവരുടെ നോളേജ് അളക്കാനുള്ള ചോദ്യങ്ങൾ, അവരുടെ ഹാബിറ്റ്സ് അളക്കാനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അവർ എങ്ങനെയാണ് നമ്മുടെ സ്ഥാപനത്തിന് ഒരു സംഭാവന നൽകാൻ പ്രാപ്തരാണോ, നമ്മുടെ സ്ഥാപനത്തിന് പറ്റിയവരാണോ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൾച്ചറിനും വാല്യൂ സിസ്റ്റത്തിനും പറ്റിയവരാണോ, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്നതാവണം ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മികച്ച റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഒരു സ്ഥാപനത്തിലുണ്ടെങ്കിൽ മികച്ച ജീവനക്കാരെ കിട്ടും. ആ ജീവനക്കാരെ വളർത്തുന്നതിലൂടെ, നമ്മുടെ കൂടെ നിലനിർത്തുന്നതിലൂടെ സ്ഥാപനത്തിന് വമ്പിച്ച ഉയരങ്ങൾ കീഴടക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ആ സ്ഥാപനത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.